നമസ്കാരം ഡോക്ടറെ. പേര്? ശ്രീകുട്ടി. ശ്രീകുട്ടി. പേര്? പേര് ഡോക്ടർ ലക്ഷ്മി. ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിൻ്റെയും അനാരോഗ്യത്തിൻ്റെയും കാരണം 4 റീസൺസ് ആണ്. മാം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരനും കൂടെ വന്ന് കയറാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളതാണ്. എനിക്ക് ഏകദേശം ഒരു 185 പ്രഷറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇന്ന് രാവിലെ നോക്കുമ്പോൾ 100 ഉള്ളൂ. ഇതിനെ ശരിക്കും ഇവരെയൊക്കെ മുഖത്തുള്ള സന്തോഷം അവർ വാക്കിൽ നിന്ന് കിട്ടും. ഇവിടുത്തെ എന്താണ് ഏറ്റവും വലിയ പ്രത്യേകത? കാരണം നമസ്കാരം. 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 എറണാകുളത്താണ് മുട്ടുവേദന, നടുവേദന, പെടലുവേദന കൂടാതെ ഈ ഒരു 60 വയസ്സ് കഴിഞ്ഞ അച്ഛനമ്മമാർക്ക് ആരോഗ്യത്തോടെ ജീവിക്കാനായിട്ട് ഒരിടം, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഒരു പ്രകൃതി രമണീയം എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് ഇങ്ങനെ ഒരു സ്ഥലം തന്നെ വളരെ സൂപ്പറാണ്. എല്ലാം കാണാം. എല്ലാം കാണാം. നമുക്ക് ആ ഡോക്ടറെ ഒന്ന് കണ്ടാലോ? എന്തായാലും കാണാം. ബാ 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 ബാ. സാറേ നമസ്കാരം. നമസ്കാരം. ഈ സാധാരണ എല്ലായിടത്തും മുട്ടുവേദന, പെടലുവേദന, നടുവേദന ഒക്കെ ഉണ്ട്. എല്ലായിടത്തും അതിന്റെ ചികിത്സയുണ്ട്. അല്ലാതെ എന്തൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്? മുട്ടുവേദന, നടുവേദന, പെടലുവേദന ഇതെല്ലാം എല്ലാ ഹോസ്പിറ്റലുകളിലും ചെയ്യുന്നുണ്ട്. ഇതിന് പുറമേ ആയിട്ട് ഈ സ്ഥാപനത്തിന്റെ പേര് തന്നെ രസായന ആയുർവേദ സെന്റർ എന്നാണ്. ആ പേര് തന്നെ അടിപൊളിയാണ്. അതെ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ധാരണ ഒരു 5 വർഷം കഴിയുമ്പോഴേക്കും കേരളത്തിന്റെ പോപ്പുലേഷന്റെ 60% 60 കഴിഞ്ഞവരായിരിക്കും തീർച്ചയായിട്ടും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റഡി. എന്ന് മാത്രമല്ല, ഈ 60 കഴിഞ്ഞവർ പിന്നെ ഒരു 30 വർഷം കൊണ്ട് ജീവിക്കാനും പോകുന്നുണ്ട്. കാരണം ആളുകളുടെ ആയുസ് കൂടി വരികയാണ്. 30-35 വർഷം വരെ ആയിട്ട് പിന്നെയും കൂടും. ഒരു 90 വയസ്സിന് മുകളിലേക്ക് അവരുടെ ആയുസ് നീളാൻ സാധ്യതയുണ്ട്. അപ്പം അവർക്ക് വരുന്ന അസുഖങ്ങളെ പ്രത്യേകമായി ചികിത്സിക്കാൻ ഒരു വലിയ സെഗ്മെൻ്റാണ്. ആ സെഗ്മെന്റ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ രസായന എന്ന് പേരിട്ടതും. അത് ആ രീതിയിലുള്ള ചികിത്സകൾ, ജെറിയാട്രിക് ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഞങ്ങൾ ചെയ്തു വരുന്നു. നമസ്കാരം ഡോക്ടറെ. പേര്? എൻ്റെ പേര് ഡോക്ടർ നിമ്മി ജോസഫ്. ഞാനിവിടുത്തെ റെസിഡന്റ് മെഡിക്കൽ ഓഫീസറാണ്. ഓക്കെ, ശരി ഡോക്ടറെ. പിന്നെ ഇവിടെ ഈ മുട്ടുവേദനയ്ക്കും പെടലുവേദനയ്ക്കും ഏത് രീതിയിലുള്ള ചികിത്സയാണ്? നമ്മൾ ആദ്യമേ പ്രിപ്പറേറ്ററി ആയിട്ട് പഞ്ചകർമ്മ ചികിത്സകളാണ് ചെയ്യുന്നത്. പക്ഷെ അതിന് മുന്നേ അതിന് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത് പേഷ്യൻസിന്. അപ്പോൾ അത് കിഴികളും അങ്ങനെ ഓരോന്നും വന്നിട്ട് പിന്നെ ഓയിൽ മസാജിനൊക്കെ ശേഷം നമ്മൾ ശോധനകൾ ചെയ്ത്, ശോധനം ഒരു പഞ്ചകർമ്മയിൽ വരുന്നതാണ്. പിന്നെ ബാക്കി വസ്തുക്കളും അങ്ങനെയെല്ലാമാണ് അതിൻ്റെ അകത്ത് ഉൾപ്പെടുക. സാർ, വിദേശികളൊക്കെ കുറേ വരാറുണ്ടല്ലോ? ധാരാളം. ഇതേത് രാജ്യം? ഇത് റഷ്യയിൽ നിന്ന് വന്നതാണ്. മറിയ സിംനിക്. Добрый вечер. Здравствуйте, да, я Мария Зимник. Я с Иркутска, с города, с России. മറിയ മാം വരുന്നത് ഇത് 20 വർഷം ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അതിൽ അവസാനം 3 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് രസായനയിൽ വരികയാണ്. രസായനയാണ് ഇന്ത്യയിലെ ഏറ്റവും അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമെന്നാണ് അവർ പറയുന്നത്. ചികിത്സയുടെ കാര്യത്തിലാണെങ്കിലും അവരുടെ കൂടെ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ പേഷ്യൻസ് വരുന്നുണ്ട്. ഇപ്പൊ തന്നെ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർ കുറേ ഉണ്ട് ഇവിടെ തന്നെ. അതെ. അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടാണ് വരിക. ഓരോ വർഷം വരും. വമനം ഉൾപ്പെടെ എല്ലാ ചികിത്സകളും ചെയ്തിട്ട് പോകും. ഇന്ന് ചെയ്തിരുന്നു വമനം. അതെ. നമസ്കാരം ഡോക്ടറെ. പേര്? ശ്രീകുട്ടി. ശ്രീകുട്ടി. അപ്പം നമുക്ക് ഇവിടെ കൂടുതൽ ത്വക്ക് രോഗമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ചികിത്സ? ത്വക്ക് രോഗം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് വരുന്നത് സോറിയാസിസ്, എക്സീമിയ, അങ്ങനെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ചികിത്സകൾ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ അവർ ഫോളോ അപ്പ് ചെയ്തിട്ട് എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കണ്ടെന്ന് എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ടും നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് എല്ലാം കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. മെയിനായിട്ട് നമ്മുടെ ആഹാരം വലിയൊരു പ്രശ്നമാണ്. ആഹാരത്തിൽ കറക്റ്റ് ചെയ്യണം, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് വരെ ഇവിടുന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ രസായനയുടെ ഒരു പുതിയ പ്രോജക്റ്റ് ഉണ്ട്. അതിന് സപ്തപതി എന്നാണ് പേര്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഓരോ വീടുകളിലും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. കുട്ടികളൊക്കെ ഫോറിനിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ളൊരു അവസരത്തിൽ നമുക്ക് പലപ്പോഴും ഈ അച്ഛൻ്റെ അമ്മയുടെ ആരോഗ്യം, അവർക്ക് ഭാര്യയുടെയും ഭർത്താവിൻ്റെ ആരോഗ്യം രണ്ടുപേർക്കും വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ രണ്ടുപേരുടെയും ഇന്റർ ഡിപ്പെൻഡൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ന് മാത്രമല്ല പ്രായം കൂടി ആയുസ്സും കൂടി വരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ രണ്ടുപേരും ഹെൽത്തി ആയിട്ടിരിക്കേണ്ട രണ്ടുപേരുടെ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് സപ്തപതി എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സപ്തപതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഹിന്ദു കല്യാണങ്ങളിലൊക്കെ ഭാര്യയും ഭർത്താവും കൈപിടിച്ച് 7 ചുവട് നടന്നു പോകുന്ന ഒരു രീതിയുണ്ട്. അതിനാണ് സപ്തപതി എന്ന് പറയുന്നത്. ഇവിടെ പ്രായമായ ഭർത്താവും ഭാര്യയും ഈ
7 ചികിത്സാ രീതികളിലൂടെ കടന്നുപോയിക്കൊണ്ട് ബാക്ക് ടു ഹെൽത്ത്. രണ്ടുപേരും ഒരേ സമയത്ത് ചികിത്സയിൽ പോകും. എന്നിട്ട് ഒരു വർഷത്തിലൊരിക്കൽ അവർ ആ 7 ചുവടുകൾ കടന്നുപോയി, 7 ചികിത്സയുടെ ചുവടുകൾ കടന്നുപോയിട്ട് ബാക്ക് ടു ഹെൽത്ത് എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. മാത്രമല്ല ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും വെളിയിൽ നിൽക്കുന്ന അതേ ഫീലാ. ചെടികളായാലും ഇതിന് ചുറ്റും മരങ്ങളെന്ന് പറഞ്ഞാൽ ഒട്ടും ചൂടില്ല ഇവിടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എറണാകുളത്ത് നമ്മൾ ഭയങ്കര ചൂടുള്ള സമയത്ത് ഇവിടെ വന്നാലും ഒട്ടും ചൂടില്ല, ഫാൻ പോലും ഇല്ല, നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. ശരിയാണ്. ഇവര് റഷ്യയിൽ നിന്നും പിന്നെ അതുപോലെ കിർഗിസ്ഥാനിൽ നിന്നും വന്നിട്ടുള്ള ആളുകളാണ്. മറിയയുടെ ഗ്രൂപ്പിൽ പെടുന്ന ആളുകളാണ് അവർ. ഈ എല്ലാ പ്രാവശ്യം വന്നുകൊണ്ടിരിക്കുന്ന ഒറ്റ എല്ലാ പ്രാവശ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ആളുകൾ മാറിക്കൊണ്ടിരിക്കും. കൂടുതൽ ആളുകൾ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കും. Ну что, у меня даже слов нет, потому что я второй раз здесь, да, были очень хорошие результаты, вот, ну, вообще просто большая благодарность Кли каждый год. മാം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഈ മാം വരുന്നത് ഇറീന എന്നാണ് അവരുടെ പേര്. ഇറീന വരുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. അവർ വന്ന് കഴിഞ്ഞ തവണ വന്നു കഴിഞ്ഞിട്ട് അവർ ചെറുപ്പമായി, അവർ ഹെൽത്തിയായി, അവരുടെ രോഗങ്ങളൊക്കെ മാറി, അവരുടെ മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ള ഇഷ്യൂസൊക്കെ മാറി. അപ്പോൾ അതുകൊണ്ട് അവർ വീണ്ടും രണ്ടാമത് വരികയാണ്. ഇനിയും വരും. സുന്ദരിയായി എന്നാണ് അവർ തന്നെ സ്വയം പറയുന്നത്. അപ്പോൾ നേർക്കാഴ്ചകളായി കാണുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ചുറ്റുമുള്ള ബാക്കിയുള്ള സ്ഥലത്ത് മൊത്തവും ശരിക്കും മരങ്ങളും ചെടികളും മാത്രമാണ്. മാത്രമല്ല ഇവിടെ ഇങ്ങനെ നടന്നു പോകാൻ പറ്റും. എല്ലാ സ്ഥലത്തൂടെയും രാവിലെയും വൈകിട്ടും ഒക്കെ നടക്കാനും പറ്റും. ഇവിടെ വന്നിരുന്ന് സംസാരിക്കാൻ നല്ല ഫ്രഷ് എയറാണ് കിട്ടുന്നത്. ഡോക്ടറെ, അതുപോലെ തന്നെ ഈ ക്യാൻസർ വന്നു കഴിഞ്ഞ ആൾക്കാർ അപ്പം വന്നു കഴിഞ്ഞു, പക്ഷെ അവർക്കൊരു വലിയ ഒരു പ്രശ്നമാണ് ഇനി വീണ്ടും വരുമോ എന്നുള്ളത്. അതിനെന്താ പരിഹാരം? ഇപ്പോൾ ക്യാൻസർ വന്നു മാറിയ ആളുകളുടെ ചികിത്സയായിട്ട് പോസ്റ്റ് ക്യാൻസർ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞൊരു ചികിത്സാ സമ്പ്രദായം തന്നെ നമുക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാൻസർ വന്ന ഒരാൾക്ക് അയാൾക്ക് അസുഖമൊക്കെ മാറിയിട്ടുണ്ടാവും, പക്ഷേ പിന്നെ ഒരു 20 വർഷം ജീവിച്ചു ഇരിക്കും. പക്ഷെ ഓരോ ദിവസവും എണ്ണിക്കൊണ്ടിരിക്കും. പേടിച്ചിട്ടുള്ള ജീവിതമാണ്. ഇപ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് വളരെ താഴെയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ ഞങ്ങൾ ചെയ്യുന്നത് പോസ്റ്റ് ക്യാൻസർ റീഹാബിലിറ്റേഷനിൽ ഈ ആളുടെ ശാരീരികവും മാനസികവും അതുപോലെ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് വീണ്ടും വരാതിരിക്കാനുള്ള ചികിത്സകൾ, ആ പുനരുദ്ഭവ ചികിത്സ എന്ന് പറയും. ആ ചികിത്സകൾ ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. ഡീടോക്സിഫിക്കേഷൻ, അതുപോലെ തന്നെ രസായന ചികിത്സകൾ, രസായനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ, ഇതൊക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. സാധാരണ എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് ടെൻഷൻ അടിച്ച് ഇനി വീണ്ടും വരുമോ എന്നുള്ള ടെൻഷനിലാണ് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിനും പരിഹാരമുണ്ട് ഇവിടെ. നമസ്കാരം, പേര്? എൻ്റെ പേര് ജോസ്മാൻ. സ്ഥലം? പന്തളത്താണ്. എന്തായിട്ടാണ് ഇവിടെ വന്നേ? ഞാൻ ഷുഗർ ഇത്തിരി കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അലോപ്പതി ആയിരുന്നു കുറച്ച് നാൾ. പിന്നീടാണ് അറിഞ്ഞത് ആയുർവേദം കൂടെ എടുത്തു കഴിഞ്ഞാൽ നന്നാവും എന്നുള്ളത്. എങ്ങനെയുണ്ട് ഇവിടെ വന്നതൊക്കെ? നല്ല, ഞാൻ ഒരു 3 ദിവസമായുള്ളൂ വന്നിട്ട് ഒത്തിരി മാറ്റമുണ്ട്. 3 ദിവസം കൊണ്ട് തന്നെ നല്ല മാറ്റമുണ്ട് വന്നിട്ടുണ്ട്. സാറേ, ഈ ആയുർവേദത്തിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താ? ആക്ച്വലി ആയുർവേദത്തിനെ കുറിച്ച് ഈ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ഒരു പ്രത്യേകമായിട്ടൊരു അവയർനെസ് ഇതുവരെ ആയിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു മേഖലയാണ് ആയുർവേദവും ആയുർവേദ തെറാപ്പിയും അതുപോലുള്ള ആയുർവേദ മറ്റ് ചികിത്സകളും ഒക്കെ തന്നെ. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ആശുപത്രിയെ സംബന്ധിച്ച് ഞാൻ പഠിച്ചൊരു പാഠം എന്ന് പറയുന്നത് സാധാരണക്കാരനും കൂടെ വന്ന് കയറാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നമുക്കൊരു തോന്നൽ ആയുർവേദ ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭീമമായ തുകയുണ്ടാകും, അത്രയും നഷ്ടം ഉണ്ടാകും, പിന്നെ ദിവസങ്ങളെടുക്കും. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 21 ദിവസം നമുക്ക് ഒരു ഗ്യാരണ്ടി തരിക. ആ ഗ്യാരണ്ടി എന്ന് പറയുന്നത് നമ്മുടെ അസുഖം 21 ദിവസം നോക്കി കണ്ട് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മുടെ അസുഖങ്ങൾ പൂർണ്ണമായിട്ട് മാറും എന്നുള്ളൊരു വിശ്വാസം കൂടെ ഒരു രോഗിക്ക് വരുന്നത്. ആ ഒരു വിശ്വാസം മാത്രം മതി പല അസുഖങ്ങളും നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറാൻ. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ ഇവിടെ ഉള്ളത്. അതിന് മാറ്റമുണ്ട് തീർച്ചയായിട്ടും. അത് തന്നെ എനിക്ക് 3 ദിവസം കൊണ്ട് മാറിയെന്ന് പറയുമ്പോൾ തന്നെ ഒരു പകുതിയിലധികം എൻ്റെ മനസ്സിൻ്റെ ടെൻഷൻസ്, എനിക്ക് ഏകദേശം ഒരു 185 പ്രഷർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇന്ന് രാവിലെ നോക്കുമ്പോൾ 100 ഉള്ളൂ. അതെങ്ങനെ കുറയുന്നു. അപ്പോൾ അത് വലിയൊരു അനുഭവം. ഇത് കണ്ടോ,
ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചുറ്റും കണ്ടതെല്ലാം കുറേ ഔഷധ ചെടികളുണ്ട്, കൂടാതെ നമുക്കിത് കാണാൻ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇത് നമ്മൾ എപ്പോഴും കാണുകയും പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് ഏകദേശം കുറേ ഔഷധ ചെടികൾ കൃത്യമായിട്ടുള്ള പേരും അതിൻ്റെ ബൊട്ടാനിക് നെയിമും എല്ലാം എഴുതി കൃത്യതയോടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് പോകുന്ന ഒരാൾക്ക് വീടിൻ്റെ ചുവട്ടിൽ എവിടെയെങ്കിലും ഒരു ചെടി ഇതുപോലുള്ള ഒരു ഔഷധ ചെടിയാണെങ്കിൽ തിരിച്ചറിയാൻ പറ്റും. ഓരോന്നും ഉണ്ടാകും. ഇത് കണ്ടോ, ഇതിപ്പോൾ തന്നെ ശതാവരിയുണ്ട്, ഭദ്രാശമുണ്ട്, അതുപോലെ തന്നെ വാതക്കൊല്ലിയുണ്ട്, വാതക്കൊടിയുണ്ട്, ഓരിലയുണ്ട്, അങ്ങനെ എല്ലാ സാധനവും ഇവിടെ ഉണ്ട്, നിലപ്പനയുണ്ട്. ഇതെല്ലാം ശരിക്കും നമ്മൾ കാണുന്ന ഒരു സാധനമാണ്. ഇത് പണ്ട് തൊട്ടേ ഇങ്ങനെ സാറ് ചെയ്യാറുണ്ടായിരുന്നോ? ഞങ്ങൾ ഇതിപ്പോൾ ഇങ്ങനെ വെച്ചത് അടുത്ത കാലത്താണ്. പക്ഷെ ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഈ ഏരിയ മുഴുവൻ എല്ലാ പ്ലാന്റും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് ഇതുപോലൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഒരു രീതിയിലേക്ക് ഇതിനെ സെറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശമുണ്ട്. ഒരു മാസം കഴിഞ്ഞ് വന്നാൽ അത് തീർച്ചയായിട്ടും അത് ഉണ്ടാവണം. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രകൃതിക്ക് ഏറ്റവും ആവശ്യം ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള ചെടികളും നമുക്ക് ഈ അന്യം നിന്ന് പോകുന്ന ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെടിയുടെ തണ്ടോ അല്ലെങ്കിൽ വേരോ ഒരു തൊലിയൊക്കെ ആയിരിക്കും വേണ്ടത്. പക്ഷെ അതൊക്കെ ഇല്ല, ഒരു മരുന്നുണ്ടാക്കാൻ അത് കിട്ടുന്നില്ല. അതിനൊരു വലിയ കാര്യം തന്നെ ഇത്. തീർച്ചയായിട്ടും. ഇത് ചോൾപോൻ എന്ന മാമിൻ്റെ പേര്. ഇവർ കിർഗിസ്ഥാനിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. അതെ. അപ്പം как вы чувствуете про наше лечение? Я первый раз в этой клинике. ആദ്യമായിട്ടാണ് രസായനയിൽ വന്ന് ചികിത്സയ്ക്ക് വരുന്നത്. കുഞ്ഞിൻ്റെ കൂടെയാണ് അവർ ചികിത്സയ്ക്ക് വന്നത്. ഇവിടെ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടിയാണ് അവർക്കും കുഞ്ഞിനും വേണ്ടി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചികിത്സയ്ക്ക് ഉള്ള തെറാപ്പിസ്റ്റുകൾ എല്ലാവരും വളരെ ശ്രദ്ധാലുക്കളാണ്. അതുപോലെ തന്നെ ഫുഡ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ഡോക്ടറെ, അത് കൂടാതെ വേറെ എന്ത് അടുത്ത ചികിത്സ? വേറെ 2-3 ഏരിയ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ഹൃദയ സംബന്ധമായ ചികിത്സകളാണ്. ഏറ്റവും കൂടുതലുള്ള സാധനമാണ്. അതെ അതെ. അതിൽ പ്രിവെന്റീവ് കാർഡിയോളജി എന്ന് പറഞ്ഞിട്ട് അസുഖം വരാതിരിക്കാനുള്ള ചികിത്സകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൃദയ സംബന്ധമായ രോഗങ്ങളിൽ 95% രോഗങ്ങളും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന രോഗങ്ങളാണ്. അപ്പോൾ ആ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വരുത്തുക, പിന്നെ ഹൃദയത്തിന് ഉത്തേജനം കൊടുക്കാനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാനും ഒക്കെയുള്ള ചികിത്സകൾ ചെയ്തു വരിക. ഇതിനോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ യോഗ, ആവശ്യത്തിന് യോഗ, മെഡിറ്റേഷൻ, ഇതെല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോഴത്തേക്കും ആയുർവേദത്തിനോടൊപ്പം യോഗയും മെഡിറ്റേഷനും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ്. ഒരാളിവിടെ വന്ന അടിപൊളിയായിട്ട് തന്നെ തിരിച്ചു പോകും. തീർച്ചയായിട്ടും. റഷ്യയിൽ നിന്ന് വരുന്ന വാലന്റീന മാമാണ്. അതുപോലെ തന്നെ ഇത് കിർഗിസ്ഥാനിൽ നിന്ന് വരുന്ന ജമീലിയ മാമാണ്. ഇവർ രണ്ടുപേരും, വാലന്റീന മാം പല പ്രാവശ്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പല പ്രാവശ്യമായിട്ട്, ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ജമീലിയ മാം പുതുതായിട്ട് വന്നതാണ്. രണ്ടുപേരും ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. Мам, можете сказать некоторые слова про наш клиник? Конечно, да. С удовольствием, с большим скажу свои слова. മാം പറഞ്ഞത് മൂന്നാമത്തെ തവണയാണ് മാം വരുന്നത്. ഇവിടുത്തെ സ്പെഷ്യലിസ്റ്റുകളും ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും ഇവിടുത്തെ ഡോക്ടർമാരും എല്ലാവരും വളരെ ഭംഗിയായിട്ട് അവരെ നോക്കുന്നത് മാത്രമല്ല വളരെ ഹൈ ക്വാളിറ്റിയുള്ള ആളുകളാണ്. 3 വർഷം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അത് തന്നെ ക്വാളിറ്റിയുടെ ഏറ്റവും വലിയ കാര്യമാണ് എന്നാണ് അവർ പറഞ്ഞത്. Я в этой клинике в этом году. മാം പറഞ്ഞത് ഇവിടെ വന്ന് 5 ദിവസമേ ആയിട്ടുള്ളൂ. മോശമായിട്ടുള്ളൊരു മൂഡോട് കൂടിയായിരുന്നു. ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷെ വന്നു കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ സന്തോഷമായിട്ടുണ്ട്. നല്ല റൂമുകളാണ്, നല്ല ഒന്നാന്തരം റൂമുകളാണ്, നല്ല ചികിത്സയാണ്, നല്ല ഡോക്ടർമാരാണ്, നല്ല ആഹാരമാണ്. അതാണ് കുഞ്ഞും പറഞ്ഞത്, നല്ല ആഹാരം. ഇതിനെ ശരിക്കുവേ ഇവരുടെയൊക്കെ മുഖത്തുള്ള സന്തോഷം അവർ വാക്കിൽ നിന്ന് കിട്ടും. ഇവിടുത്തെ എന്താണ് ഏറ്റവും വലിയ പ്രത്യേകത? കാരണം ഫുഡായാലും അല്ലെങ്കിൽ ചികിത്സയായാലും 2-3 വർഷം ഒക്കെ അവിടുന്ന് വരുക എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല. മറ്റു രാജ്യങ്ങളിൽ നിന്നാണ് സ്ഥിരമായിട്ട് ഇവിടെ എത്തുന്നത്. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. പേര് ഡോക്ടർ ലക്ഷ്മി. ഇപ്പം ഇവിടെ ഒരു വലിയ പ്രോജക്റ്റാണ് ഈ 60 വയസ്സ് കഴിഞ്ഞ അച്ഛനമ്മമാരെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ചികിത്സാ രീതി. അതെന്താണ്? ഇവിടെ മെയിനായിട്ടുള്ള പ്രൊജക്റ്റ് സപ്തപതി എന്ന പ്രൊജക്റ്റാണ്. 60 വയസ്സിൽ പ്രായമുള്ളവർക്ക്, അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള തെറ്റായ ഭക്ഷണ രീതി കാരണം വരുന്ന അസുഖങ്ങൾ, രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ, അതുകൊണ്ട് അവരുടെ ആഹാര രീതിയും അവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ട് എല്ലാം ശരിയാക്കിയിട്ട് നമ്മളിവിടുന്ന് വിടാറുള്ളൂ. ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിൻ്റെയും അനാരോഗ്യത്തിൻ്റെയും കാരണം 4 റീസൺസാണ്. ഒന്ന് അവരുടെ ആഹാരം. കറക്റ്റ്. പലതരത്തിലുള്ള ആഹാര രീതികളുണ്ട്. അത് പലപ്പോഴും നമുക്ക്
നന്മയുണ്ടാക്കുന്ന പോലെ തന്നെ അപകടകാരിയായിട്ട് മാറാൻ പറ്റും. തീർച്ചയായിട്ടും ഉണ്ട്. പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡ്. രണ്ടാമത് വിഹാരം, നമ്മളുടെ ആക്ടിവിറ്റീസാണ് വിഹാരം. നമ്മൾ ഏത് രീതിയിൽ, ചിലർ വളരെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് എക്സസൈസൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, ചിലർ വളരെ ഉഴപ്പന്മാരായിട്ട് ജീവിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈല് അതിലൊരു രണ്ടാം വിഹാരം. 3 വിചാരം എന്നാണ്. തോട്ട്സ്, നെഗറ്റീവ് തോട്ടുകൾ വളരെയധികം മോശമായിട്ട് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. അതുപോലെ തന്നെ പോസിറ്റീവ് തോട്ട്സ് വളരെ ഭംഗിയായിട്ട് നമ്മളുടെ ആരോഗ്യത്തെ തിരിച്ചു തരികയും ചെയ്യും. അപ്പോൾ അത് 3ാമത്തെ കാര്യമാണ്. 4ാമത്തെ കാര്യം നിദ്ര, സുഖനിദ്ര എന്നും ആരോഗ്യദായകമാണ്. അതേസമയം നിദ്ര മോശമായിട്ടിരുന്നു കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ആരോഗ്യം തകർന്ന് കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ 4 കാര്യങ്ങളാണ് ആരോഗ്യത്തിനും അനാരോഗ്യത്തിനും കാരണങ്ങളായിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാം വീഡിയോ എല്ലാം കണ്ടു. കൃത്യമായിട്ട് ഡോക്ടറെ ഇവിടെ വരേണ്ടത് എങ്ങനെയാ? ഇവിടെ ഞങ്ങൾ സ്ഥിതി ചെയ്യുന്ന രസായന ആയുർവേദ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ഏഴക്കരനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏഴക്കരനാട്. ഇത് പുത്തൻകുരിശ് എന്ന് പറയുന്ന സ്ഥലം നിന്ന് 7 കിലോമീറ്റർ അകലെയാണ്. ഇല്ലെങ്കിൽ പിറവത്തിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയാണ്. ഇല്ലെങ്കിൽ മറ്റേ സൈഡിൽ നിന്ന് കോലഞ്ചേരിയിൽ നിന്ന് 7 കിലോമീറ്റർ തന്നെയാണ്. ഈ സ്ഥലത്തിന്റെ പേരെന്തുവാ? ഇതിന്റെ പേര് ഏഴക്കരനാട്. മണീട് പഞ്ചായത്തിലാണിത്. അതെ, ഒരു പക്ക ഗ്രാമീണ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. അതിന്റെ നടുക്കൊരു എസ്റ്റേറ്റ്, ആ എസ്റ്റേറ്റിന് നടുക്ക് നമ്മുടെ ഈ രസായന ആയുർവേദ സെന്റർ. ശരിക്കും ഡോക്ടറെ പരിചയപ്പെട്ടത് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നല്ല ആരോഗ്യവും അതുപോലെ തന്നെ ഭക്ഷണ രീതി ആയാലും എല്ലാം കൃത്യമായിട്ട് ഇദ്ദേഹം നല്ല രീതിയിൽ പറഞ്ഞ് പഠിപ്പിച്ചേ വിടത്തുള്ളൂ.